നമസ്കാരം. ലോകത്തെ രക്ഷിക്കാനാണെന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ ഒടുവിൽ ലോകത്തെ തന്നെ അഗ്നിയിലേക്ക് തള്ളിയിടുന്ന അപകടകരമായ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇറാൻ വിരുദ്ധ തന്ത്രങ്ങൾ ഇന്നൊരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സുരക്ഷയ്ക്കായിരുന്നോ അതോ അമേരിക്കയുടെ സാമ്പത്തിക സ്വാർത്ഥതകൾക്കായിരുന്നു? ഇറാനുമായി സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ലോകത്തിലെ പ്രധാന എണ്ണ വിതരണ പാതകളിൽ ഒന്നായ ഹോർമൂസ് കലുഷിതമായപ്പോൾ ആഗോള വിപണികൾ വിറച്ചു. എണ്ണവില കുത്തനെ ഉയർന്നു. പല രാജ്യങ്ങളും ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെട്ടു. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ അമേരിക്ക ഒരു പുതിയ സാമ്പത്തിക നേട്ടം സ്വന്തമാക്കി. US രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായി ഒരു നെറ്റ് ഓയിൽ എക്സ്പോർട്ടറായി മാറി. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായി അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയെന്ന് സാരം. അമേരിക്കയിൽ എണ്ണ ഉൽപാദനം നിലവിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണുള്ളത്. രാജ്യത്തിന് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാനും ബാക്കി എണ്ണ കയറ്റുമതി ചെയ്യാനും അമേരിക്കയ്ക്ക് ഇത് കരുത്തേകും. ടെക്സാസിലെ പെർമിയൻ ബേസിൽ മേഖലയിലടക്കം എണ്ണ ഉൽപാദനം ഉയർന്നതാണ് കാരണം. ഇറാനും അമേരിക്കയും തമ്മിലെ ചർച്ചകൾ സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 1/5 ഭാഗവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചത് ആഗോള വിപണിക്ക് സഹായവും അമേരിക്കയ്ക്ക് സാമ്പത്തികമായി നേട്ടവുമാണ്. ആഗോള വിപണിയിലെ കുറവ് നികത്താൻ US വലിയ തോതിൽ എണ്ണ കയറ്റുമതി ചെയ്യേണ്ടി വരും. എണ്ണവിലയിലെ വർധന ലോകരാഷ്ട്രങ്ങളെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. പണപ്പെരുപ്പം വർദ്ധിക്കുകയും സാമ്പത്തിക വളർച്ചയെ പിന്നോട്ട് വലിക്കുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത്. അതിനാൽ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഊർജ്ജ വിപണിയിൽ കൂടുതൽ സ്വാധീനം നേടാനും ഇത് സഹായിക്കും. നെതർലാൻഡ്സ്, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് അമേരിക്കയിൽ നിന്ന് കൂടുതലായി എണ്ണ വാങ്ങുന്നത്. തുർക്കിയിലേക്കും അമേരിക്കയിൽ നിന്ന് എണ്ണയുമായി കപ്പൽ പോയി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: യുദ്ധത്തിന്റെ ചൂടിൽ മറ്റെല്ലാ രാജ്യങ്ങളും കൊള്ളുമ്പോൾ അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന അമേരിക്കയുടെ ഈ സ്ഥിതി യാദൃച്ഛികമാണ്, അതോ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു തന്ത്രത്തിന്റെ ഫലമാണ്? ട്രംപിന്റെ കടുത്ത വിദേശ നയങ്ങൾ, പ്രത്യേകിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനും നടത്തിയ നീക്കങ്ങൾ ആഗോള വിപണിയെ അസ്ഥിരമാക്കി. അതിന്റെ നേരിട്ടുള്ള ഗുണം അമേരിക്കയ്ക്ക് ലഭിച്ചെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് വെറും സാമ്പത്തിക കണക്കുകൂട്ടലല്ല, മനുഷ്യജീവിതങ്ങൾ വെച്ചുള്ള വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ കളിയാണ്. സംഘർഷം മൂലം പശ്ചിമേഷ്യയിൽ ഭീതി, അഭയാർത്ഥിത്വം, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ഇവയെല്ലാം യാഥാർത്ഥ്യങ്ങളായി മാറുമ്പോൾ അമേരിക്കയുടെ നേട്ടം കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. ട്രംപിന്റെ നയം ലോകത്തെ 2 വഴിത്തിരിവുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഒരു വശത്ത് സാമ്പത്തിക ലാഭം കൊയ്യുന്ന ശക്തരായ രാഷ്ട്രങ്ങൾ, മറുവശത്ത് യുദ്ധത്തിന്റെ വില കൊടുക്കുന്ന സാധാരണ ജനങ്ങൾ. ഈ വൈരുദ്ധ്യമാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭീകരമായ സത്യം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടം ലോകത്തിന്റെ ദുരന്തത്തിന്മേൽ പണിയപ്പെടുമ്പോൾ അത് വിജയമല്ല, അതൊരു നൈതിക പരാജയമാണ്. ട്രംപിന്റെ തന്ത്രം ഇന്ന് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് സുരക്ഷയുടെ കഥയല്ല, മറിച്ച് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ്.